മന്ത്രി ജി.ആർ. അനിലിനെതിരെ AITUC സപ്ലൈകോ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI തൊഴിലാളി സംഘടന രംഗത്ത്. CPI ഭരിക്കുന്ന വകുപ്പിനെതിരെയാണ് AITUCയുടെ സമരം. ജീവനക്കാരെ സംരക്ഷിക്കാനും സപ്ലൈകോ നിലനിർത്താനും മന്ത്രി തയ്യാറാകണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. സപ്ലൈകോയ്ക്ക് ആവശ്യമായ പണം അനുവദിക്കാൻ ധനവകുപ്പും തയ്യാറാകണമെന്ന് KP രാജേന്ദ്രൻ ജനം TVയോട് പ്രതികരിച്ചു. സപ്ലൈകോയിലെ ജീവനക്കാരുടെ വേതനം കൃത്യമായി നൽകുക, സപ്ലൈകോയിലെ ജീവനക്കാരെ നിലനിർത്തുക, സപ്ലൈകോയിൽ തന്നെ നിലനിർത്തുക എന്ന ആവശ്യവുമായി ഉന്നയിച്ച് ആ വകുപ്പിന് ഭരണത്തിന് നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രിയുടെ പാർട്ടി ആയ CPIയുടെ തൊഴിലാളി സംഘടന AITUCന്റെ സമരമാണ് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കാൻ പോകുന്നത്. AITUCന്റെ സംസ്ഥാന പ്രസിഡന്റ് TA അഞ്ജലോസും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും ഇപ്പോൾ ജനം TVയോട് ചേരുകയാണ്. സഖാവ്, ഇപ്പോൾ സ്വന്തം വകുപ്പ് ഭരിക്കുന്ന മന്ത്രി നടത്തുന്ന ഒരു ഭരണത്തിന് എതിരെയാണ് ഇപ്പോൾ AITUC ഇന്ന് സമരം ആരംഭിക്കുന്നത്. ആ സമരത്തിൽ ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? ഈ സമരത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വൈരുദ്ധ്യമൊന്നുമില്ല. ഇത് ഗവൺമെന്റിനെതിരായിട്ടോ മന്ത്രി അല്ലെങ്കിൽ വകുപ്പിനെതിരായിട്ടോ നടത്തുന്ന സമരമല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വലിയൊരു പ്രസ്ഥാനമാണ്. പൊതുവിതരണ മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തി വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് സപ്ലൈകോ. സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഗുണമേന്മയുള്ള സാധനങ്ങൾ അതും വിലക്കുറവിൽ കൃത്യമായി കിട്ടുക എന്നത് ഏതൊരു കുടുംബത്തിനും അത് വലിയൊരു ആശ്വാസമാണ്, അതൊരു സംരക്ഷണമാണ്. ഇത് നേരത്തെ മുതൽ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കി വരുന്നതാണ് നമ്മുടെ പൊതുവിതരണ ഈ മേഖല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആയാലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിലുള്ള ഈ വിതരണ ശൃംഖലയെല്ലാം അതിന് രാജ്യത്തുടനീളം വലിയ പിന്തുണയും അംഗീകാരമുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കേരളത്തിൻ്റെ ഈ പൊതുവിതരണത്തെക്കുറിച്ചും വളരെ മികച്ച ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. സഖാവ് പറയുന്നതൊക്കെ യാഥാർത്ഥ്യബോധമായി നിന്നാൽ പോലും ഇപ്പോൾ CPIയുടെ ഒരു തൊഴിലാളി സംഘടനയായി നിൽക്കുന്ന AITUC സ്വന്തം മന്ത്രി, സ്വന്തം അതിലെ പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന് കീഴിൽ ഒരു സപ്ലൈകോയിലെതിരെ ഒരു സമരം നടത്തുക എന്ന് പറയുമ്പോൾ അത് ആ മന്ത്രി അതിൽ ആ വകുപ്പ് കാര്യമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് എന്നൊരു വിമർശനം ഉയരില്ലേ? അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഞങ്ങൾ ആ വകുപ്പിനെ ശക്തിപ്പെടുത്താനും മന്ത്രിക്ക് കാര്യക്ഷമമായി ഇത് നല്ലവണ്ണം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ധനവകുപ്പിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായം കിട്ടണം. ഗവൺമെൻറ്റിന് ചില മുൻഗണനകൾ ഉണ്ടാകണം. സംസ്ഥാന ഗവൺമെൻറ്റിന് മുൻഗണനകൾ, ആ മുൻഗണനകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന തൊഴിലാളികളുടെ താല്പര്യങ്ങൾ കൂടിയുണ്ട്. തൊഴിലാളികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾ, പെൻഷനുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോ ഈ സബ്സിഡി സാധനങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുക എന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് നല്ല ഒരു മുൻഗണനയും കൂടുതൽ സാമ്പത്തിക സഹായം ഇന്ന് നൽകുന്നതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിൽ ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പായാലും പൊതുവെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെയും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇത്രയും ശക്തമായിട്ട് ഇടപെടുന്നതൊപ്പം ഇതിൻ്റെ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളാണ്. അവരുടെ വേതനം നഷ്ടപ്പെടുന്നു, തൊഴിലിനെ ബാധിക്കുന്നു, ഇനി കൃത്യമായി വേതനം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ പോകുന്നു എന്നൊരു ആശങ്ക വ്യാപകമായിട്ടുണ്ടാകുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ വകുപ്പിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാത്ത കൂടിയാണ് അതിൻ്റെ മറ്റൊരർത്ഥം. ആ അർത്ഥത്തിലാണ് ഞങ്ങൾ തൊഴിലാളികളുടെ തൊഴിലും ജീവനക്കാരുടെ വേതനവും അതും സംരക്ഷിക്കുക, ഒപ്പം ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സപ്ലൈകോയെ സംരക്ഷിക്കുക എന്ന ഡിമാൻഡ് ശക്തമായിട്ട് ഉന്നയിക്കുന്നതും. AITUC കേരള സംസ്ഥാന കമ്മിറ്റിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ആരംഭിക്കുന്നത്, ഇന്നും നാളെയും. സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാനത്തെ AITUCയുടെ മുഴുവൻ നേതാക്കന്മാരെല്ലാം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ സമരം നടത്തുന്നത്. ഇതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ജീവനക്കാരും സ്വാഭാവികമായും അവരുടെ യൂണിയനുകളും ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നുണ്ട്. പറയാതെ ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്, ആ സപ്ലൈകോയും പൊതുവിതരണ വകുപ്പിനെയും ശക്തിപ്പെടുത്താൻ ധനവകുപ്പ് പണം അനുവദിക്കണം, ആ പണം അനുവദിച്ചാൽ മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് ജനറൽ സെക്രട്ടറി പറയാതെ എന്നെ പറഞ്ഞു വെക്കുകയാണ്. തിരുവനന്തപുരത്ത് CPIയുടെ സംസ്ഥാന ഓഫീസിന് നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.